ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ടൊരു ഡെസേർട്ട് ആട്ടോ ചെയ്തെടുക്കുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് കുറച്ച് ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ നമ്മൾ കട്ട് ചെയ്യണേ. ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള പീസസൊക്കെ നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വറുത്തിട്ട് എടുത്ത് വെച്ചാൽ നമുക്ക് ബ്രെഡ് ക്രംസൊക്കെ ആയിട്ട് സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് ഈ ഒരു ഡെസേർട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലൊരു സ്വീറ്റ് ബോക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ബേക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ട്രേ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ലിറ്റർ പാൽ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ഡെസേർട്ടിൻ്റെ പേര് ബ്രെഡ് കാലാക്കണ്ട് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് ആഡ് ചെയ്യുന്നത് സാഫ്രോൺ ആണ്, കുങ്കുമപ്പൂവിൽ. അപ്പോൾ അതൊരു നുള്ളുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഫ്ലേവറും പിന്നെ ആ ഒരു കളറും ഒക്കെ കൊടുക്കുമല്ലോ. അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പകരമായിട്ട് ബദാമിക്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ യെല്ലോ കളർ ഫുഡ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഫുഡ് കളറും ഇല്ലെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ടേമറിക് പൗഡർ ചേർത്ത് കൊടുത്താലും ഒരു ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നുമില്ല. കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിന് ഏകദേശം 1/4 കപ്പോളം പാൽ ഇത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡെസേർട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു കോൺഫ്ലവർ നമ്മൾ കുറേശ്ശെ ഒഴിക്കുന്ന സമയത്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കട്ടായിട്ട് പോകും. ഇനി നമ്മൾ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ചധികം സമയം തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നല്ലൊരു കുറുകിയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇങ്ങനെ ബദാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചെറുതായിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു മിക്സ്ചറൊക്കെ ഇവിടെ സെറ്റായിട്ട് നല്ല കുറുകി വന്ന് ചൂടാറിയിട്ടൊക്കെ ഉണ്ട്. ഇനി ആ ഒരു ഡെസേർട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു ബോക്സിലേക്ക് ഞാൻ കുറച്ച് മാത്രം ഒന്നിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഞാനൊരു തിന്നായിട്ടൊരു ലെയറായിട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബ്രെഡാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു സൈഡ്സൊക്കെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. അങ്ങനെ ഒരു ലെയർ ബ്രെഡ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 1/4 കപ്പ് പാലുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ മേലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽ നമ്മൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ആ ഒരു ബ്രെഡ് ജസ്റ്റ് ഒന്നിങ്ങനെ സോക്കാവുന്നവരെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ വീണ്ടും ആ ഒരു പാലിൻ്റെ മിക്സ്ചർ ഒന്നിങ്ങനെ ഒരു ലെയറായിട്ടൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഒഴിച്ച് എല്ലാ ഭാഗത്തും ആ ഒരു ബ്രെഡിൻ്റെ എല്ലാ സൈഡ്സിലൊക്കെ എത്തുന്ന രീതിയിൽ ഒന്നിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബദാം ജസ്റ്റ് ഇങ്ങനെ സ്ലൈസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമില്ല കേട്ടോ, നമുക്ക് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ആ ഒരു ബ്രെഡിൻ്റെ ഇത് വെച്ചിട്ട് ആ ഒരു ലെയർ ഒന്നിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ വീണ്ടും ആ ഒരു പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം എൻ്റെ കയ്യിൽ കുറച്ചും കൂടെ പാൽ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഫ്ലോപ്പായിപ്പോയി, കാരണം അത്രയും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ബ്രെഡിനൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ അത് വെറ്റാവാനുള്ള. അപ്പോൾ അതിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പാൽ. ഏകദേശം 1/4 കപ്പിൻ്റെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെ ആ ഒരു പാലിൻ്റെ മിക്സ്ചറും പിന്നെ കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഡെസേർട്ട് ഇവിടെ ആ ഒരു ബോക്സിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ 2 മണിക്കൂറോളം ജസ്റ്റ് ഫ്രിഡ്ജിലൊന്നിങ്ങനെ വെക്കുന്നുണ്ട്. ഫ്രീസറിലല്ല കേട്ടോ, താഴെ ഭാഗത്ത് നമ്മളൊന്നിങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു കവർ വെച്ചിട്ടൊന്നിങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഡെസേർട്ട് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പാല് നമ്മൾ കുറച്ച് അധികം ഒഴിച്ചുകൊണ്ട് തന്നെ ആകെ ഇങ്ങനെ ലൂസായിട്ട് നിൽക്കുമെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ, അതൊക്കെ നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് സ്പൂൺ കൊണ്ട് എടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല യമ്മിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല വായിലിട്ട് അങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെയുണ്ട്. നമ്മൾ കുറച്ച് നട്ട്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അതിങ്ങനെ നട്ട്സൊക്കെ കടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ആ ഒരു പാല് കുറുക്കിയെടുക്കുന്ന ആ ഒരു ടൈമേ ഉള്ളൂ. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് തന്നെ എനിക്കധികം ഫോട്ടോസ് എടുക്കാൻ വരെ കിട്ടിയില്ല കേട്ടോ, അത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ അത് കാലിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാലും ബ്രെഡും ഉള്ള സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്തെന്നാലും നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുകയും ചെയ്യണേ.